ഹല്ലേലൂയ. നമ്മൾ നീതിയോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കാലം അതിനെ തെളിയിക്കും. കാലം ഓടുക എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. സമയമാകുമ്പോൾ നീതിമാന്മാർ പുറത്തു വരും. പേർ വിളിക്കുന്ന ഒരു സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ തള്ളപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ വിശുദ്ധിയോടെ ജീവിച്ചേ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തി വിശക്കുന്നു എന്ന് അറിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 2 അപ്പം ഉണ്ടെങ്കിൽ കൊടുത്തേക്കണം. നമ്മുടെ കയ്യിൽ 2 ഡ്രസ് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേക്കണം. ഹല്ലേലൂയ. കൊടുത്താൽ എഴുതി വെക്കുന്നത് ആ വ്യക്തി ആയിരിക്കത്തില്ല, സ്വർഗമായിരിക്കും. നീ ഒരു ഡ്രസ്സാണ് കൊടുത്തെങ്കിൽ 5-6 ഡ്രസ്സ് നിന്റെ ഭവനത്തിൽ വരുന്ന രീതിയിൽ ദൈവം ചില കാര്യങ്ങൾ തിരിക്കും. വെറുതെ ഒന്നും അല്ല ഞാൻ പറയുന്നത്. നീ ആത്മാർത്ഥത കൊടുക്കുമ്പോ സങ്കടത്തോടെ കൊടുക്കരുത്, നിർബന്ധത്താൽ കൊടുക്കരുത്. സ്നേഹത്തോടെ, പൂർണ്ണ സമ്മതത്തോടെ കൊടുക്കുന്നവനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിന്റെ അകത്ത് എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു കാര്യം ഏലിയാവ് ഒറ്റയ്ക്ക. ബാലിന്റെ പ്രവാചകന്മാർ ഏകദേശം 450 പേരുണ്ട് ഇതിന്റെ അകത്ത്. എങ്കിലും അവരെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം പറഞ്ഞത്, പിന്നെ ഏലിയാവ് ജനത്തോട്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാർ എത്ര പേരുണ്ട്? 450 പേരുണ്ട്. 450 പേരും അപ്പുറത്ത് ഏലിയാവും. അതും അല്ലാതെ 400 പേര് അശൂര പ്രതിഷ്ഠയിലായിരിക്കുന്ന 400 പേരും കൂടെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. അങ്ങനെ അവരെല്ലാം കൂടി 850 പേരുണ്ട് അപ്പുറത്തെ സൈഡിൽ ഏരിയാവും. ആര് ജയിക്കും? നിങ്ങൾ പറ. മനുഷ്യനെ ചിന്തിച്ച് ആര് ജയിക്കും? ഞാനൊരു കാര്യം പറയാം. വിശുദ്ധിയോടെ ഒരു വ്യക്തി എഴുന്നേറ്റ് വന്നാൽ അവന്റെ കയ്യിലൂടെ നടക്കുന്നത് കണ്ണിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ആ വ്യക്തിയുമായി കണക്ട് ആവുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതം മാറും. തകർന്ന അവസ്ഥയിലാണ് ആ വ്യക്തിയുമായി നിങ്ങൾ കണക്ട് ആകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പടിയായി നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായോ? പരിശുദ്ധാത്മാവിൽ നടക്കുന്നവരുമായി കൂട്ടുപിടിക്കണം. പരിശുദ്ധാത്മാവിനെ ഇഷ്ടം ചെയ്യുന്നവരുമായി കൂട്ടുപിടിക്കണം. നമ്മളെ ഞെരുക്കുന്ന, നമ്മെ ഭാരപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് നമ്മെ മുറിപ്പെടുത്തുന്നവരുമായിട്ടുള്ള കൂട്ട് നിർത്തണം. ചിലരങ്ങനെയാ, ഭയങ്കര സ്നേഹം. എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമോ, ഞാൻ വിട്ടു പിരിയൂല. എത്ര കുത്ത് കിട്ടിയാലും എനിക്ക് ഈ ചേച്ചി മതി. അപ്പുറത്ത് കിട്ടും ഇപ്പുറത്ത് കിട്ടും. പിന്നെ അവസാനം സഹിക്കാനാകാതെ ചില ബന്ധങ്ങളിൽ നിന്ന് ഊരിപ്പോകുന്നതിനേക്കാൾ ദൈവാത്മാവ് പറയുന്ന സമയത്ത് ഇറങ്ങുന്നത് വളരെ നല്ലതാണ്. ദൈവം ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ എപ്പോഴും നിന്നെ വളർത്തുന്നവയാണ്. ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങൾ നിന്നെ എപ്പോഴും തളർത്തിക്കൊണ്ടേയിരിക്കും. ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട് കൂട്ടുപിടിക്കാൻ പോയില്ല. ബാലിന്റെ പ്രവാചകൻ 450 പേരെ നോക്കുമ്പോ ഏലിയാവിനറിയാൻ തോറ്റുപോകുമെന്ന്. പക്ഷെ ഏലിയാവ് നോക്കിയത് ബാലിന്റെ പ്രവാചകന്മാരെ അല്ല, വിളിച്ച ദൈവത്തെയാണ്. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. പിടിക്കുന്നുണ്ട് കേട്ടോ. വലതു കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. ദൈവം എന്നെ നടത്തിടുന്നു. എന്നെ നടത്തി. യെസ്, നാട്ടോറും ശോധനയാലുള്ള യെസ് വേദന
നിങ്ങളെ നിന്ദിച്ച വ്യക്തികൾ കാണുകയായിരിക്കും. നിങ്ങൾ ഏത് ദേശത്ത് തല കുനിയപ്പെട്ടോ അതേ ദേശത്ത് കർത്താവ് മാനിക്കും. ഇന്നലെ ഒരു ഫാമിലിയുമായി ഞാൻ കുറച്ചു നേരം സംസാരിച്ചു പാലോട് ഏരിയയിൽ. അപ്പൊ സഹോദരി പറഞ്ഞൊരു കാര്യമാണ്, ഭവനം വെക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷേ അവരെ നിന്ദിച്ച, അവരെ വേദനിപ്പിച്ച റിലേറ്റീവ്സിന്റെ നടുവിലാണ് ഒരു ഭവനം കർത്താവ് ഇപ്പോൾ ഒരുക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, വിശ്വസ്തതയായി നിന്നാ മതി. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവൻ നിന്നെ പുറത്തെടുക്കും. കല്ലറയ്ക്കകത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ എന്നൊരു വിളി മതി, നീ പുറത്തു വരും. ഹല്ലേലൂയ. ലാസറെ എന്നൊന്ന് വിളിച്ചാൽ പുറത്തു വരുന്ന ചിലർ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു കല്ലറയ്ക്കകത്ത്. ഇന്നലെ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞ ദൂത് ഇത് തന്നെയാണ്, കയറി വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, കല്ലറയ്ക്കകത്ത് നിന്നെ വച്ച് കല്ലും എടുത്തു വെച്ചു. ഇനി എന്ത് ചെയ്യില്ല, പുറത്ത് വരില്ല. പക്ഷേ കല്ല് ഉരുട്ടിക്കളയാൻ കഴിവുള്ളവൻ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. റീന സിസ്റ്റർ, ബാംഗ്ലൂരിലുള്ള റീന സിസ്റ്റർ പരിശുദ്ധമാ പറയുന്നു, കുടുംബ ജീവിതത്തിന്റെ അകത്ത് കല്ലറയ്ക്കകത്താക്കി ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ലോകം പറഞ്ഞു, റിലേറ്റീവ്സ് പറഞ്ഞു, സമൂഹം പറഞ്ഞു. പക്ഷേ ഇന്ന് ഇതിനകത്ത് ഒരു രാജാതി രാജാവ് വന്നിട്ടുണ്ട്. കല്ല് ഉരുട്ടി കളയാൻ കഴിയുന്ന ഒരു നാഥൻ വന്നിട്ടുണ്ട്. നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നീ രാത്രിയാകുമ്പോൾ ആരും കാണാതെ പൊട്ടി പൊട്ടി കരയുന്നത് ദൈവാത്മാവ് കാണുകയാണ്. റൂമിന്റെ അകത്തൊക്കെ പോയി കഥ കടച്ചിട്ട് അനേകം സ്റ്റേറ്റുകളിൽ നിന്ന് വരെ വിളി വന്നു. ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് വരെ വിളി വന്നിട്ടുണ്ട്. 2 മാസത്തിനൊക്കെ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഡേറ്റ് വെച്ചേക്കുക. ഞാനൊരു കാര്യം പറയാം, സീസൺ തിരിഞ്ഞാൽ മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കരുത്. ദൈവത്തെ നോക്കിയവന് പുറത്തു വരുക, അവൻ നിന്നെ പ്രദർശിപ്പിക്കുക, അവൻ നിന്നെ താളടിയാക്കത്തില്ല. വിശ്വസ്തയോടെ നിന്നാ മതി. ഗൂഗിൾ മീറ്റ് പ്രയറിൽ 5 പേര് തുടങ്ങിയ മീറ്റിംഗാ. പക്ഷെ ഇന്ന് ഇത്രയും സഹോദരിമാരായി, ഇത്രയും സഹോദരന്മാർ, ആദ്യമൊക്കെ സുരക്ഷിതർ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം ലുതിക സിസ്റ്റർ ഉണ്ട്, ബെൻ ബ്രദർ ഉണ്ട്, സീജ സിസ്റ്റർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ ഘട്ടം 5 പേര് ഏകദേശം ഞാൻ അപ്പൊ എനിക്ക് അല്ലേ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. പക്ഷേ അത് ഇത്രയും വലുതായി. ഇന്ന് 3ാമത്തെ വാർഡ് കൺവെൻഷൻ ജൂലൈ 29 മാസം ഈ ഹാളിൽ വെച്ച് തന്നെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഇതെങ്ങനെ നടന്നു? ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് നടന്നു, മനുഷ്യനല്ല കേട്ടോ. ഇതിന്റെ അകത്ത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ സഹായം നിന്നുപോയി. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇനി എങ്ങനെ നടക്കും, എങ്ങനെ മുമ്പോട്ട് പോകും? കർത്താവ് എന്നോട് പറഞ്ഞു, വിളിച്ചത് ഞാനല്ലേ, മനുഷ്യനാണോ? അപ്പൊ ഞാൻ പലപ്പോഴും പ്രയാസപ്പെട്ട് ചോദിക്കും, ഈ കാര്യം എങ്ങനെ നടക്കും, ആ കാര്യം എങ്ങനെ നടക്കും? പക്ഷെ വിളിച്ചത് ഞാനല്ലേ, ഞാൻ നിന്റെ അപ്പനല്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പാ യേശു അപ്പാ, എനിക്ക് ഏറെ ഇഷ്ടം എൻ്റെ അപ്പനെ, ഏറെ ഇഷ്ടം. ആരെക്കാളും ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുകയാണ്. അപ്പാ യേശു അപ്പാ, ഞാൻ നടന്നിടൂ. അപ്പോഴേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞാ. അതിൻ്റെ അകത്ത് പലരും എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റ് പ്രെയർ 12 മണിക്ക് നമ്മൾ എല്ലാ ദിവസവും കൂടുമായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഭയങ്കര ഒരു ഉണർവിൻ്റെ തീ അവിടെ കത്താൻ തുടങ്ങി.
എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ടീവാണ്, കുഴപ്പമില്ല, സമയം കുഞ്ഞുങ്ങളെ നോക്കും. ചില ദിവസങ്ങളില്ലാത്തപ്പോൾ അല്ലാത്ത പ്രതിസന്ധിയിൽ ചിലപ്പോഴൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാരെങ്കിലും പ്രയറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ചെന്ന് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടിരിക്കും. അത് കണ്ടൊരു ദൈവമുണ്ട്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ സൂം പ്ലാറ്റ്ഫോം അങ്ങ് തുറന്നു. എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് പലതും ഞാൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഡേറ്റ് ഉണ്ട്, സോറി സോറി സോറി. എൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കി നിങ്ങൾക്കറിയാം, പല മീറ്റിങ്ങുകൾ ഞാൻ റിജക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വെറുതെ ഒന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഗൂഗിൾ മീറ്റ് പ്രയർ ഞാൻ ഇന്ന് ഞായറാഴ്ച 8 മണിക്ക് നടത്തുന്നുണ്ട്. എന്നെ കൊണ്ട് അത്രേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അതുകൊണ്ടാണ് കണ്ടീഷൻ അങ്ങനെയാണ്. കഴിഞ്ഞ വീക്കിലും ഫുള്ളി മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ എനിക്ക് മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല. നമ്മൾ തിങ്കളാഴ്ച മുതൽ 3 ദിവസം ഫാസ്റ്റ് പ്രയർ ഉണ്ടായിരുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞു. 3 ദിവസം ഫാസ്റ്റിങ്ങോടായിരുന്നു. യെസ്, ഫാസ്റ്റിങ്ങോടെ ഇരിക്കാൻ ദൈവം സഹായിച്ചു. അതിൻ്റെയൊക്കെ റിസൾട്ട് ആയത്. ഇന്ന് കടന്നു വരാൻ ആഗ്രഹിച്ച് എത്ര പേര് ഇതിൻ്റെ അകത്ത് വന്നില്ലെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ പരിശുദ്ധൻ അവരോട് പറഞ്ഞു, വല്ലാത്ത സ്ട്രഗിളിങ് ഉണ്ടാകുമെന്ന്. ജനത്തെ കടത്തിവിടത്തില്ലെന്ന് വ്യാപരിക്കുന്ന ഒരു ദുഷ്ട വ്യാപാരം വെളിപ്പെടും. അതിനെ തകർത്ത് പ്രാർത്ഥിക്കാൻ ഇന്ന് വളരെ നേരത്തെ ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു 10:30 മുമ്പേ എത്തണം. ഓക്കെ, 10:30 മുമ്പേ എത്തിയവർ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. വെറുതെ അല്ല, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ ചില ത്യാഗങ്ങളുണ്ട്. പ്രാർത്ഥന വേണം. പ്രാർത്ഥനയില്ലാതെ എന്ത് ചെയ്താലും അത് 0 ആയി മാറും. ഞാനൊരു കാര്യം പറയാം. അപ്പോഴേ നമ്മൾ പ്രാർത്ഥനയോടെ തുടങ്ങിയതിൻ്റെ ചില റിസൾട്ടാണ് ഇന്ന് ലോകരാജ്യങ്ങൾ അറിയുന്ന ഒരു അഭിഷിക്തനാണ് ജൂലൈ മാസം 29-ാം തീയതി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. കഴിവല്ല ഇത്, കഴിവല്ല ഇത്, ബലമല്ല ഇത്, ദൈവത്തിന്റെ കൃപയാണ്. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല, എത്ര പേര് കൈയോട്ടൊക്കെ പാടാമോ? കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ. എത്ര പേർക്ക് പറയാൻ പറ്റും? കൊയറങ്ങൾക്കൊന്നും ഇതോ കണ്ണുനീരെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം നടത്തിയ നോക്കാം. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ. യെസ്, നീ മാത്രം എൻ ദൈവം. ഒരാളിന്റെ കഴിവല്ല, ഒരാളിന്റെയും ബലമല്ല. എന്റെ അപ്പൻ കണ്ടതുകൊണ്ട് മാത്രമാണ് അനേകം സഹോദരിമാർക്ക് അനുഗ്രഹമായി ഇങ്ങനൊരു പബ്ലിക് മീറ്റിംഗ് നടക്കുന്നത്. ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പോലും വന്ന ദൈവമക്കളുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് കൗൺസിലെ കൊണ്ടുവന്നിരിക്കുന്നു. വളരെ വിദൂര കരകുള പ്രദേശത്ത് പ്രിയ സഹോദരിയുണ്ട്. ഇതിന്റെ അകത്ത് അടുത്തുള്ളവർ പലരും വരാതിരിക്കുമ്പോ വിദൂരങ്ങളിൽ നിന്ന് ജാതികളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന ഒരു സ്നേഹം. അടുത്തൊരു സീസൺ വരുന്നത് അതാണ്. ഹല്ലേലൂയ. കർത്താവ് ജാതികളെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നു. സന്തോഷമുള്ള ഒരു ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാതികളിൽ നിന്ന് ചിലരെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി മാറാൻ പോകുന്നു. നമ്മൾക്ക് പലർക്കും സാധിക്കാത്ത ഇടത്ത് വിശ്വാസം കൊണ്ട് ചിലർ എഴുന്നേക്കാൻ പോകുന്നു. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും, എന്നെ മുട്ടുന്നവനെ ഞാൻ എന്നെ കാണിച്ചു കൊടുക്കും. എനിക്ക് ഹിന്ദു മതത്തിൽ നിന്നൊക്കെ ദൈവരാജ്യത്തിലേക്ക് വന്നവർക്ക് ഭയങ്കര വിശ്വാസം. ക്രിസ്ത്യാനിയൊക്കെയില്ല സഹോദരി. ഹിന്ദു മതത്തിൽ നിന്നൊക്കെ വന്നിട്ട് അവര് വല്ലാത്ത വിശ്വാസത്തോടു കൂടി അവിടെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ ഇത്രയും ഭക്തിയോ? അവർ കുളിച്ചിട്ടല്ലാതെ അവരുടെ ആലയത്തിലേക്ക് അവര് പോകത്തില്ല. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഹൃദയം നോക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരളവ് പോലെ കർത്താവ് എടുത്തു വയ്ക്കും. സമയമാകുമ്പോൾ കർത്താവ് നമുക്ക് അളന്ന് തരും. ഇപ്പൊ മുമ്പേ റിവൈവൽ ഫയറിൽ മുമ്പേ ഉണ്ടായിരുന്ന കുറെ പേരുണ്ട്. കുറച്ചൊരു ആഡ് ചെയ്തു കർത്താവ് തന്നല്ലേ. അപ്പൊ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചവന് ഒരു കൂലി, രാവിലെ മുതൽ ഉച്ച വരെ അധ്വാനിച്ചവന് ഒരേ കൂലി. അപ്പോ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നവന് ചോദിക്കുകയാണ്, എന്തിനാ കർത്താവേ ഇങ്ങനെ ചെയ്തത്? ഇത് അനീതിയല്ലേ? കർത്താവ് നിങ്ങളോട് ഉത്തരം പറയുന്നു. കരുണ തോന്നേണം എന്നുള്ളവരോട് കർത്താവിന് കരുണ തോന്നുന്നു. അതുകൊണ്ട് ജാതികളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഇതിൻ്റെ അകത്ത് പരിശുദ്ധനെ കാണിക്കുന്നു. റദുനി ബേക്കറിയുമായി ബന്ധപ്പെട്ട അനേക കോളനികളുള്ള ജനവുമായി നമ്മൾ കണക്ട് ആകാം. വിശ്വസിക്കാമോ? ഞാനൊന്ന് കണ്ടിട്ടൊന്നുമല്ല കേട്ടോ പറയുന്നത്. അവർ വന്നിരുന്ന് ആരാധിക്കും. ഇവിടെ നിറഞ്ഞ് കവിയുന്ന
ഒരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാം. അവർ ആരാധിക്കുന്നത് കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന ജനത്തിന് ഉണർവ് വന്നു. ഇനി കർത്താവ് അങ്ങനെയാ ചെയ്യുന്നത്. കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും ചിലത് നടക്കാത്തത് കൊണ്ട് അവിടുത്തെ കുഞ്ഞു കുട്ടികൾ ഇവിടെ നിന്ന് പ്രവചിക്കും. അപ്പൊ നമ്മളുള്ളവർ പലരും അന്തം വിടും. സീസണെ കർത്താവ് തിരിക്കും. നമ്മുടെ കുഞ്ഞു കുട്ടികളെ ഞാൻ മുമ്പിലോട്ട് വിളിക്കുകയാണ്. നമ്മുടെ എല്ലാ മക്കളും സ്കൂളില് ജൂൺ മുതൽ ആരംഭിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ബോർഡിലോട്ട് വന്നേ. ബ്ലസ്സിയ, ആഷ്ന എല്ലാവരും വരാം കേട്ടോ. ചിരി മുതിർന്നവരും വരാം. പഠിക്കുന്നു എന്നുള്ളവർക്ക് കയറി വരാം. Rachel A. Robin coming to the stage. കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങോട്ടില്ല. ചേച്ചിമാർ നമുക്ക് പ്രാർത്ഥിക്കണം. കുഞ്ഞുമക്കൾ എല്ലാവരും എത്തിയല്ലോ. പഠിക്കുന്നില്ലേ? വരും കുഞ്ഞെ. വേറെ ആരും ഇല്ലല്ലോ. ആരെങ്കിലും അടുത്തിരിപ്പുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഒന്ന് ഉന്തി തള്ളിവിട്ടെ. നോക്കിയിട്ട് ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ബ്ലസ് ചെയ്യാൻ പോവുക. എല്ലാവരും ഈ കുഞ്ഞുങ്ങളുടെ ദേഹം പുറത്തേക്ക് ഒന്ന് കൈ ഒന്ന് വച്ച് എല്ലാവരും കൈകളൊന്ന് നീട്ടി എന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ വരും തലമുറ അടുത്ത ജൂൺ മാസത്തില് അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ അനേകം കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ പ്രാപ്തീകരിക്കേണ്ടത് ഉത്തരവാദിത്തം നമുക്കുള്ളതാകയാൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ടെന്ന് വചനം പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഭാവിയുടെ അനുഗ്രഹങ്ങളായി മാറട്ടെ. ഇവർക്ക് ഗവൺമെന്റ് ജോലികൾ ലഭിക്കട്ടെ. രാജാക്കന്മാരെ പോലെ ജീവിക്കുന്ന, രാജ്ഞിമാരെ പോലെ ജീവിക്കുന്ന ചില പദവികൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ. ദൈവ മക്കൾ ഉയർന്ന നിലവാരങ്ങളിൽ എത്തട്ടെ. പ്രാർത്ഥിച്ചു നമ്മുടെ മക്കൾ ഉയർന്ന നിലവാരങ്ങളിൽ എത്തട്ടെ. വരും തലമുറ കർത്താവിന് വേണ്ടി ശക്തമായി എഴുന്നേൽക്കുന്ന സുശൂഷകന്മാരായി മാറട്ടെ. ചില വിദേശ രാജ്യങ്ങളെ കൃപയാലങ്ങ് നിറയ്ക്കണം. മഹത്വത്താലങ്ങ് മൂടണം. ദൈവത്തിന്റെ സ്നേഹത്താലങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഈ കുഞ്ഞുങ്ങൾ ഗാനം ആലോചിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കരങ്ങളിലേക്ക് എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് പോയി വാങ്ങണമെങ്കിൽ വാങ്ങിച്ചിട്ട് 2 മിനിറ്റ് എടുത്തോളൂ. പോയിട്ട് വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പതുക്കെ പോണേ. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നാഥാദേവേ, നാഥാവിന് വെറും കൈയായി കടന്നു വരാതെ കർത്താവിന്റെ നാഥാദേവേ, ഹല്ലേലൂയ, രാജ്യത്തിന് വേണ്ടി വിതയ്ക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന വിത്തുകൾക്കായി നന്ദിയോട് സ്തോത്രപ്പ. തലമുറകൾക്ക് അടുത്ത അധ്യയന വർഷത്തിൽ ഒരുക്കേണ്ടുന്ന ചില ചുമതലകൾ പാരന്റ്സിനുണ്ടപ്പ. അവിടെ പഠനം കുറഞ്ഞു പോകാൻ എന്റെ ദൈവം അനുവദിക്കരുതേ അപ്പ. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അവർ വിതറുന്ന വിത്തിന്റെ പ്രതിഫലം കർത്താവ് ഇരട്ടി പങ്കായെന്ന് മടക്കി കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ തലമുറകൾ ഞങ്ങൾക്കൊരു ബ്ലെസ്സിംഗ് ആണപ്പ. അനേക രാജ്യങ്ങൾ, പട്ടണങ്ങൾ, ദേശങ്ങൾ കൈവശമാക്കുവാൻ ഈ ജനത്തിന്റെ വാതിലെ കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഒരു ദുഷ്ടനും അടയ്ക്കാൻ കഴിയാതെ ചില വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറക്കണം. ഇവിടെ ഭാവിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായവർ പറയുന്നു, ഇന്ന് തലമുറകളെ ഏറ്റവും മാനിക്കുന്ന ദിവസമാകട്ടോ. ഇവിടെ
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളൊരു ഗാനം ആലപിക്കും.
പറഞ്ഞതുപോലെ നമ്മൾ സേവിക്കുന്ന ദൈവത്തെ അവര് സേവിക്കുന്നതാ ഏറ്റവും വലിയ അനുഗ്രഹം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ അറിയുന്ന ദൈവത്തെ, നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തെ അവരും സ്നേഹിക്കുന്നതാണ് അനുഗ്രഹം. സമ്പത്ത് കിട്ടുന്നതല്ല, കാറ് മേടിക്കുന്നതല്ല, വിദേശ രാജ്യങ്ങളിൽ പോകുന്നതല്ല. ഞാൻ പറയുന്നത് എഗ്രി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ മക്കള് ഓടയിലോ മറ്റു മയക്കുമരുന്നുകളിലോ ഒക്കെ അകപ്പെട്ട് കിടക്കുന്നെന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് കരയാനല്ല. ഹല്ലേലൂയ. ഇപ്പോഴേ നമ്മുടെ തലമുറകളെ ദൈവരാജ്യത്തിൽ ഉറപ്പിക്കണം. ഹല്ലേലൂയ. എങ്കില് അർമേനിയയിൽ ഇരുന്നാലും തെറ്റിപ്പോന്ന ദൈവം കാക്കും. ആരോടൊക്കെ ദൂത എവിടെ ഇരുന്നാലും നിന്റെ കൺവട്ടത്ത് ചിലപ്പോൾ ഒരു സീസൺ കഴിയുമ്പോൾ കാണില്ലായിരിക്കാം. ദൈവാത്മാവ് പറയുന്നു, ഏത് രാജ്യത്തിരുന്നാലും നീ എങ്ങനെ ശീലിപ്പിക്കുന്നോ അതുപോലെ ആകത്തുള്ളൂ, പെൺമക്കളായാലും ആൺകുഞ്ഞുങ്ങളായാലും. ബാലൻ നടക്കിടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, വൃദ്ധനായാലും അത് വിട്ടുമാറിയില്ല. അതുകൊണ്ടാണ് സൺഡേ സ്കൂളിനെ വിടാൻ പറയുന്നത്. നമ്മൾ പാടിയപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് പാടി. ആശിക്കൊക്കെ വളരെ പവർഫുള്ളായിട്ടാണ് പാടിയത്. വളരെ സന്തോഷം തോന്നി. നമ്മുടെ കുഞ്ഞുങ്ങള് സ്റ്റേജിൽ നിന്ന് ഒരു പാട്ടു പാടുമ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെ കർത്താവ് ഒരുക്കിയല്ലോ. ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് എഴുതി വച്ചിട്ടുണ്ട്. അവരുടെ ഭാവി കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. ആമേൻ. നിങ്ങൾ വിചാരപ്പെടുന്ന വിഷയങ്ങളല്ല അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. അവർക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കുമെന്ന്. ഇപ്പൊ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. എന്താ യുദ്ധത്തിന് കാരണം? യഹോവയാണോ ദൈവം, അതോ ബാലിന്റെ വിഗ്രഹങ്ങളാണോ ദൈവം? അതിന്റെ അകത്ത് ഏലിയാവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കൊരു യാഗം ഉണ്ടാക്കാം. യാഗം ഉണ്ടാക്കുന്ന സമയത്ത് യാഗത്തിനായിട്ട് നിങ്ങൾ വിറക് യാഗപീഠത്തിലേക്ക് അടുക്കി വെച്ച ശേഷം നിങ്ങൾ ദേവന്മാരോട് നിലവിളിക്കണം. എന്തു പറഞ്ഞു? നിങ്ങൾ വിറക് യാഗപീഠത്തിൽ അടുക്കി വെച്ച ശേഷം നിങ്ങളുടെ ദേവന്മാരോട് നിലവിളിക്കണം. അപ്പോൾ തീ ഇറങ്ങിയ നിങ്ങളുടെ ദൈവമാണ് സത്യമെന്ന് ഞങ്ങൾ വിചാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിന്റെ വാക്ക് കേട്ട് ബാലിന്റെ പ്രവാചകന്മാര് യാഗപീഠം പണിയുകയാ. അശുദ്ധിയുള്ള ജനം, കൊന്നു മുടിക്കുന്ന ജനം, വഷളന്മാരായി നീതികേട് പ്രവർത്തിക്കുന്ന ജനം, സഹോദരന്മാരെ തിരിച്ചറിഞ്ഞുകൂടാത്ത ജനം, വല്ലാതെ മറ്റുള്ളവരെ കരയിപ്പിക്കുന്ന ജനം, വേദനിപ്പിക്കുന്ന ജനം, ഒരുമിച്ച് ക്രൂരന്മാരായ ഒരു കൂട്ടം പ്രവാചകന്മാര് ഒരു സൈഡിൽ യാഗപീഠം തയ്യാറാക്കുന്നു. അവര് യാഗപീഠം തയ്യാറാക്കുമ്പോ രാവിലെ മുതലേ ദേവനെ വിളിക്കുമ്പോ ദേവൻ ഇറങ്ങി വരുന്നില്ല. അതിന്റെ അകത്ത് വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കാര്യം വായിക്കാം. 18:26. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി, ബാലെ ഉത്തരമരുളണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ചു. കാളയെ ഒരുക്കി. കുഞ്ഞുങ്ങൾ എല്ലാരും കേൾക്കണം. യാഗപീഠത്തിൽ എന്താ വെച്ചത്? ആശി പറഞ്ഞേ, എന്താ വെച്ചത്? കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു ഒരു വേർഡ് ഞാൻ പറഞ്ഞു. എന്താ വെച്ചത് യാഗപീഠത്തിന്റെ മേൽ? കാളയെയാണ് വെച്ചത്. എന്താണ് വെച്ചത്? കാളയെ വെച്ചു. കാളയെ വെച്ചിട്ട് എന്തു പറഞ്ഞു? ബാലന്റെ ദേവന്മാരോട് എന്തു പറഞ്ഞു? നിങ്ങൾ ദേവനാണെങ്കിൽ, സത്യ ദൈവമാണെങ്കിൽ എന്ത് വരണം? ഇപ്പോൾ തീ ഇറക്കി നശിപ്പിക്കണം. വായിച്ചേ. ഒരു ശബ്ദവും ഉത്തരവോ ഉണ്ടായില്ല. ഒരു ശബ്ദവും ഉത്തരവും ഉണ്ടായില്ല. കാരണം അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും അത് കേൾക്കുന്നില്ല, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. തങ്ങളുണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. തുള്ളിച്ചാടിയാലും ഒരു കാര്യമില്ല, ഒന്നും നടക്കൂലെന്ന്. ഉച്ചയായപ്പോൾ സ്വന്തം ബലം കൊണ്ട് ചിലത് ചെയ്യാൻ ശ്രമിച്ചാൽ, ഞാനൊരു കാര്യം പറയാം, ദൈവനിയോഗത്തോടെ അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളിൽ പ്രവൃത്തികൾ നാം ഏർപ്പെട്ട് തുടങ്ങിയാൽ അത് തകർന്നു പോകും. ഇത് നമുക്കൊരു പാഠമായിരിക്കണം. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു, ഉറക്കെ വിളിപ്പിൻ. ഉറക്കെ വിളിക്ക്. ചിലപ്പോ ഉറങ്ങിയായിരിക്കും നിങ്ങളുടെ ദേവൻ. നിങ്ങൾ ഉറക്കെ വിളിക്കേ. അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു. അവന് ധ്യാനിക്കാൻ കണ്ണടച്ചിരിക്കും. ഒന്ന് വിളിക്ക്, വിളിക്ക്. അതെ അതെ, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു. നിങ്ങൾക്കറിയാലോ. ഹല്ലേലൂയ. അവൻ വിളി കേൾക്കാതെ വണ്ണം എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. നീ
അവരെ വിളിക്ക് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയാകുന്നു, അങ്ങനെ ഉണർത്തണമെന്ന് പറഞ്ഞു. അവർ ഉറക്കെ വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുക്കുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. പിന്നെ ദേവൻ പ്രത്യക്ഷപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോ അവസാനത്തെ പണി എന്താ? സ്വന്തം ശരീരത്തെ തന്നെ മുറിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന്റെ രാജ്യത്തിന്റെ അകത്ത് നാം ആയിരിക്കുമ്പോൾ സത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടും വിദ്യാപൂജകളുടെ അടുത്ത് ചെന്ന് അതിന് ഇഷ്ടമുള്ളത് ചെയ്യുന്ന കാര്യങ്ങൾ അവരിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം കാണുന്നുവെന്ന് മറക്കരുത്. പാപ്പച്ചൻ ബ്രദർ കാണുന്നില്ല ആയിരിക്കാം, പവിത സിസ്റ്റർ കാണുന്നില്ല ആയിരിക്കാം, ഗീത സിസ്റ്റർ കാണുന്നില്ല ആയിരിക്കാം, പക്ഷെ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. യേശു കർത്താവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് വിഗ്രഹാരാധന. ഏറ്റവും അധികം വെറുപ്പാണ്. യേശുപ്പൻ അറിഞ്ഞിട്ടും അപ്പാ യേശു അപ്പാ അങ്ങേ എനിക്ക് ഏറെ ഇഷ്ടമാ എന്ന് പാടിയിട്ട് അപ്പുറത്ത് നിലവിളക്കിന്റെ കൂടെയും ബാക്കി ഞാനൊരു കാര്യം പറയണ്ടല്ലോ, ഞാൻ തുറന്ന് പറയുന്നില്ല. എവിടെയെങ്കിലും നമ്മൾ ദൈവരാജ്യത്തെ വിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിട്ട് മറ്റു വിദ്യാപൂജകളുടെ അടുക്കൽ നമ്മൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അവൻ കളിയാക്കുകയാണ്. ഏലിയാവ് ഒറ്റയ്ക്കേ ഉള്ളൂ, 450 ബാലിന്റെ പ്രവാചകർ നിരന്നു നിൽപ്പുണ്ട്. 450 അല്ലല്ലോ, 400 പേര് കൂടെ ചേർത്ത് 850 പേര് നിരന്നു നിൽപ്പുണ്ട്. യാഗപീഠം നിങ്ങളൊന്ന് സങ്കല്പിക്കണം. യാഗപീഠം തയ്യാറാക്കുകയാണ്. യാഗപീഠം തയ്യാറാക്കിയിട്ട് ബാലേനെ ഇറങ്ങി വാ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ടുമോ ഇറങ്ങി വരാതിരിക്കുമ്പോ അവർ സ്വന്തം ശരീരങ്ങളിൽ തന്നെ മുറിക്കുന്നു. അറിവില്ലാത്ത ജനം. നമ്മുടെ കർത്താവ് ഒരു തുള്ളി രക്തം പോലും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് അവസാനത്തെ തുള്ളി ചോര പോലും എനിക്കും നിനക്കും വേണ്ടി കർത്താവ് തന്നത്. മനുഷ്യന്റെ ഒരു പ്രയത്നങ്ങളും നമ്മളെ നീതിമാന്മാരാക്കി മാറ്റുന്നില്ല. യേശു കർത്താവിൽ നീ എപ്പോൾ വിശ്വസിക്കുന്നു, യേശു കർത്താവിന്റെ ക്രൂശ് മരണ എന്റെ പാപത്തിന് കാരണമാണെന്ന്, പാപം മൂലമാണെന്ന്, ആ പാപത്തിന് പരിഹാരമായിട്ടാണെന്ന് നീ എന്ന് വിശ്വസിക്കുന്നു, അന്ന് നിന്റെ മേൽ നീതീകരണം വെളിപ്പെടുകയാണ്. ഒരു യാഗത്തിന് പ്രസാദിക്കുന്ന ദൈവമല്ല. ഏത് മലയിൽ കയറിയാലും കർത്താവ് പ്രസാദിക്കില്ല, ഏത് സഭയിൽ പോയാലും കർത്താവ് പ്രസാദിക്കത്തില്ല. ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഒരുവനോ ഉണ്ടെങ്കിൽ അവനെ നീതീകരിക്കുന്ന വ്യക്തി ദൈവമാണ്. മനുഷ്യൻ നോക്കുമ്പോ കഴിഞ്ഞ നാളുകളിൽ ഈ വ്യക്തി ഇങ്ങനെയായിരുന്നോ, പക്ഷേ ദൈവം നോക്കുമ്പോ നിന്റെ കണ്ണിൽ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു കുറവും കാണില്ല. മനുഷ്യന്റെ ഇഷ്ടമല്ല നീ നോക്കേണ്ടത്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്ത് ഉണ്ടാകുന്നത്. രാപ്പകല ഓടിയാൽ സമ്പത്ത് ഉണ്ടാകുമെന്ന് ഞാൻ ഈ വായിച്ച വചനത്തിൽ കണ്ടില്ല. മീറ്റിംഗും മുടക്കി പല കാര്യങ്ങളും മാറ്റിവെച്ച് ദൈവത്തിന്റെ സന്നിധി ഇല്ലാതെ അവസാനം ഒന്നും നടക്കാത്തപ്പോൾ ദൈവത്തിന് വേണം. നോ നെവർ. കർത്താവിന്റെ വചനം പറയുന്നു, യഹോവയുടെ ബ്ലെസ്സിങ്ങിലാണ് അനുഗ്രഹം. അധ്വാനത്താൽ ഒന്നും കൂടുന്നില്ല. അധ്വാനിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അപ്പന്റെ അനുഗ്രഹമില്ലാതെ എവിടെ പോയാലും നമുക്കൊരു ബ്ലെസ്സിങ് ഉണ്ടാകത്തില്ല. പക്ഷെ ഏലിയാവ് കർത്താവിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാകുന്നു. അതിന്റെ അകത്ത് അവരെ കളിയാക്കിയ ശേഷം അതിന്റെ അകത്ത് ചെയ്യുന്ന വളരെയധികം നിർണായകമായ കാര്യമാണ് യാഗപീഠം ശരിയാക്കി. എവിടെയാണ് നിന്റെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നത്? നിന്റെ പ്രാർത്ഥനാ ജീവിതമാണോ? നിന്റെ വിശുദ്ധ ജീവിതമാണോ? നിന്റെ വചന ധ്യാനമാണോ? എവിടെയാണ് നിന്റെ യാഗപീഠം പൊളിഞ്ഞു പോയത്? അതിനെ ആദ്യം നേരെയാക്കണം, എന്നാലേ തീ കത്തിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഗപീഠം ശരിയായാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ അകത്ത് തീ പിടിക്കും, ഉണർന്നിട്ട് അഗ്നി കത്തും. യാഗപീഠം ശരിയല്ലെങ്കിൽ തീ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിവൈവൽ ഫയറിന്റെ മന്ത്ലി ഒരു മീറ്റിംഗിൽ മാത്രം തീ ഇറങ്ങും. നാളെ മുതൽ മറ്റു ലോകക്കാരും കൂടെ അല്ലേ? ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എൻജോയ് ചെയ്ത് നടക്കുകയല്ലേ? മറ്റുള്ളവരെ കുറവുകളും പറയുവാൻ നമ്മുടെ നാവിനെ നാം തിരഞ്ഞെടുക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ യാഗപീഠത്തിന് ഇനിയും കേട് വരുത്തേണ്ടത്? എവിടെയാണ് ഇനിയും നമ്മൾ പണി ചെയ്യേണ്ടത്? എവിടെയാണ് നാം നേരെയാകേണ്ടത്? ഏലിയാവ് ആദ്യം യാഗപീഠം എടുത്തു വെച്ചോ, കല്ലോരോന്നായി എടുത്തു വെച്ചോ. എന്റെ ജീവിതത്തിന്റെ അകത്ത് എന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ
ശുശ്രൂഷകൻ പാപം ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവന്റെ കാര്യം തീർന്നു, ഡെഫിനറ്റ്ലി മരിക്കും. മനസ്സിലാകുന്നുണ്ടോ? വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലമുണ്ട്, പ്രാകാരമുണ്ട്. പ്രാകാരത്തിന്റെ അടുക്കലാണ് ജനം വന്ന് നിൽക്കുന്നത്. വിശുദ്ധ സ്ഥലത്തും അതിപരിശുദ്ധ സ്ഥലത്തും ഒരു വ്യക്തിക്ക് കയറാൻ പറ്റത്തില്ല, ശുശ്രൂഷകന് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ വ്യക്തി മരിച്ചു പോയാൽ ഇതിന്റെ അകത്ത് കയറാൻ അനുവാദമില്ല. അതുകൊണ്ട് ആ കയർ കൊണ്ട് വലിച്ചെടുക്കും. അങ്ങായിരുന്നു, അങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പാപത്തിന്റെ ബഹുത്വത്തെ കുറയ്ക്കാൻ കൃപ കൊണ്ട് കർത്താവ് അലങ്കരിച്ചപ്പോ ദൈവവൈദ്യരെ എവിടെയൊക്കെ നമ്മൾ നിഗളിച്ചു പോയില്ലേ, എവിടെയൊക്കെ നമ്മൾ അഹങ്കരിച്ചു പോയില്ലേ, ആരും ഞങ്ങളെ കാണുന്നില്ലെന്നുള്ള ചിന്ത നമ്മുടെ അകത്ത് വന്നില്ലേ? ഇല്ല ഇല്ല, തീ പോലെ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അത് ഉത്തരമല്ലോ, തീ കൊണ്ട് ഉത്തരമല്ലോ ഒരു സീസൺ തുറക്കുമെന്ന്. ആരുടെ മുമ്പിലോ അടിയറവ് പറയാത്തൊരു ജീവിതം നിനക്കുണ്ടെങ്കിൽ, ആരുടെ മുമ്പിലും വിശുദ്ധിയിൽ നിൽക്കാൻ നിനക്ക് ഒരു കേൾപ്പുണ്ടെങ്കിൽ നിന്നെ അവൻ വിളിക്കും. മകനെ കേറി വാ, മകളെ കേറി വാ. ഇതിനകത്ത് യാഗപീഠം തയ്യാറാക്കുന്നു. യാഗപീഠം തയ്യാറാക്കിയ ശേഷം, കല്ലുകൾ എടുത്തു വെച്ച ശേഷം ഇതിന്റെ അകത്ത് 4 പ്രാവശ്യം വെള്ളം കോരി ഒഴിക്കും. 4 തൊട്ടി വീതം 3 പ്രാവശ്യം വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച തീ കത്തോ? കുഞ്ഞുങ്ങൾ പറഞ്ഞേ മോനെ, വെള്ളം ഒഴിച്ച തീ കത്തോ? എന്ത് കത്താത്ത? പറ്റൂലല്ലേ? വെള്ളം ഒഴിച്ച തീ കത്തൂല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് സാഹചര്യം ഇല്ലാത്തടത്ത് കത്തുന്ന ആത്മാവാണ്. വായിച്ചേ പെട്ടെന്ന് വായിച്ചേ. 33. പിന്നെ അവൻ വിറകടുക്കി കാളെ ഘട്ടം ഘട്ടമായി വിറകിന്മേൽ വച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ചു. 4 തൊട്ടിയിൽ, 1 തൊട്ടിയല്ല, 2 തൊട്ടിയല്ല, 3 തൊട്ടിയല്ല, 4 തൊട്ടിയിൽ 3 പ്രാവശ്യം വെള്ളം ഒഴിക്കും. ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പിനെന്ന് പറഞ്ഞു. 2-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിനെന്ന് അവർ പറഞ്ഞു. അവർ 2-ാം പ്രാവശ്യവും ചെയ്തു. അതിനുശേഷം 3-ാം പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യുവിനെന്ന് അവൻ പറഞ്ഞു. അവർ 3-ാം പ്രാവശ്യവും ചെയ്തു. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്ന്, അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. നേരെ ആയപ്പോ ഏലിയാവ് പറഞ്ഞ എന്താ? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. ഉടനെ എന്താ സംഭവിച്ചേ? യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്നും ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ ഇങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിർത്തുന്നതിന് മുമ്പേ ഉടനെ പരിശുദ്ധമ ആരോടൊക്കെയോ പറയുക, ദൈവഹിത പ്രകാരം നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് മുതൽ ഉടനെ ചിലത് ദൈവാത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നു. താമസിച്ചിട്ടല്ല, ഉടനെ പെട്ടെന്ന് ചില ദൈവ പ്രവൃത്തികൾ പെട്ടെന്ന് തന്നെ. എന്താ സംഭവിച്ചത്? ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. പ്രതീക്ഷയില്ല, ഒരു സാധ്യതയില്ല. വെള്ളം ഒഴിച്ചാൽ ഒരിക്കലും തീ കത്തത്തില്ല. നമ്മൾ യാഗപീഠത്തിന്റെ അകത്ത് നിൽക്കുക. നിങ്ങളാ യാഗവസ്തു. മനസ്സിലായോ? നമ്മൾ യാഗപീഠത്തിൽ വന്ന് നിൽക്കുക. ഇന്ന് ആരാധനയുടെ യാഗപീഠത്തിന്റെ അകത്ത് നമ്മൾ നിൽക്കുമ്പോ ഇതിന്റെ അകത്ത് ആരുടെ മേലൊക്കെ ദൈവത്തിന്റെ തീ ഇറങ്ങും. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ്. ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന സമയമാണ് ഇത്. അൾട്ടിമേറ്റ് പ്രസൻസ്, ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് ചലിച്ചതുപോലെ, ആ യാഗപീഠത്തിന്റെ അകത്ത് ചലിച്ചതുപോലെ ഇതിന്റെ അകത്ത് ചിലതിനെ വെളിപ്പെടുകയാണ്. നിന്റെ ദൈവമാണ് സത്യമെന്ന് ലോക ജാതികളോട് നിന്നിലൂടെ തെളിയിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ചില ബാലിന്റെ പ്രവാചകന്മാരെ തോൽപ്പിക്കാൻ, ചില ദുഷ്ട വ്യാപാരങ്ങളെ തകർക്കാൻ നിന്റെ അകത്തുള്ള ശക്തി വെളിപ്പെട്ടു വരട്ടെ. ഒരു ആരാധനയുടെ തീ
റീകവസി അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അന്യഭാഷയെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഷകളെന്ന് പ്രാർത്ഥിച്ച് അപ്പോഴാണ് തീ വെക്കുന്നത്, അപ്പോഴാണ് തീ പിടിക്കുന്നത്. മനുഷ്യനെ നോക്കുമ്പോഴല്ല, റീകസി ദുഷ്ടനെ ഇഷ്ടം ചെയ്യുമ്പോഴല്ല, നിന്റെ അകത്തൊരു തീ വെക്കുന്നു. റീകസിച്ച് നിങ്ങളുടെ അകത്തൊരു തീ പിടിക്കുന്നുണ്ട്. അസാധാരണ തീയുടെ പുതപ്പ് ഞാൻ കാണുന്നുണ്ട്. ജീവിതമൊക്കെ നമുക്ക് അനുകൂലമല്ലെങ്കിലോ ദൈവം നമുക്ക് അനുകൂലമാകും. നിങ്ങളെ ദൈവം നമുക്ക് അനുകൂലമാണ്. ചിലതൊക്കെ നമ്മുടെ അവകാശങ്ങളെ പിടിച്ചു വയ്ക്കുമ്പോഴോ, ചിലതൊക്കെ നമുക്ക് കാര്യത്തിലൊക്കെ പറയുമ്പോഴോ, നിനക്കിനി ഒന്നും തന്നിട്ട് ഗുണമില്ല, നിനക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് നിന്റെ വാതിലുകളെ ക്ലോസ് ചെയ്യുമ്പോൾ ആരൊക്കെ പരിശുദ്ധമായി പറയും. മുറിയിൽ വെളിപ്പെട്ട അതേ തീയ വെറുതെ നിൽക്കരുത്. ആ മാസത്തിൽ ഒരു മീറ്റിംഗ് നമുക്കുള്ളൂ. പ്രാപിക്കാൻ വന്നവ പ്രാപിച്ചോണ്ട് പോകണം. പരിശുദ്ധനെ വാഴ്ത്തുമ്പോ ഭൂമിയുടെ ഒരു കോണിലായിക്കൊണ്ട് സ്വർഗം നോക്കുകയാ. എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ, എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗത്തിനെ നോക്കുമ്പോ ഇതിന്റെ അകത്ത് ചിലരെ കർത്താവ് കാണട്ടെ. കയ്യടി നിർത്താൻ ഞാൻ പറഞ്ഞില്ല. ആത്മാവ് നിങ്ങളെ എങ്ങനെയാണ്, ഇതിന്റെ അകത്ത് സ്വാതന്ത്ര്യമുള്ള സഭയാണ്. നിങ്ങൾക്ക് കീബോർഡിന്റെ സഹായമില്ലാതെ കീബോർഡിന്റെ സഹായം എടുക്കാം. നിങ്ങളുടെ ശബ്ദം പുറത്തു വരിക, ജനത്തിന്റെ ശബ്ദം പുറത്തു വരിക. ആത്മാവിൽ വളരട്ടെ. നിങ്ങൾ ചില അടിമത്ത ചങ്ങലകൾ പൊട്ടട്ടെ, ചില പൈശാചിക കോട്ടകൾ അഴിയട്ടെ, സാമ്പത്തികമായ കുരുക്കുകൾ അഴിയട്ടെ. ജനത്തിന്റെ ശബ്ദം പുറത്തു വരട്ടെ. യെസ്, നിങ്ങളുടെ സമയമായത്, ജനത്തിന്റെ സമയമാണ്. നിങ്ങൾ ഇനി കെട്ടിലിരിക്കാനുള്ള സമയമല്ല. നിങ്ങൾ അറിയുന്ന സിസ്റ്റർ വിളിച്ച റീന ഒന്നും പെട്ടിലോട്ട് ഒരു വോളണ്ടിയർ പുറകെ നിന്നെ, ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരുന്നെ. ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ തൊടുന്നുണ്ട് ഇതിന്റെ അകത്ത്. ആരും ആരെ നോക്കട്ടെ പ്ലീസ്, ദയവ് ചെയ്ത്. ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു അസാധാരണ തീരുന്നവർ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുവരെ ഈ മീറ്റിംഗിനകത്ത് ചലിക്കാത്ത, ഈ റിവൈവൽ ഫയർ ഗ്ലോബൽ മിനിസ്ട്രിക്കകത്ത് ചലിക്കാത്ത ഒരു തീ ചില കുഞ്ഞുങ്ങൾ അടക്കം മനുഷ്യനെ തൊടുന്നുണ്ട്. ആ തീരിന്റെ മേൽ പിടിക്കുക. അത് ഞാൻ കാണുകയാണ്. നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല കേട്ടോ. നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. നിന്റെ അതിരുകളെ പരിശുദ്ധമ വിശാലമാക്കുകയാണ്. നിന്റെ കൈകളിലേക്ക് ആ തീ പിടിക്കുന്നുണ്ട്. ചിലരുടെ കാലുകളിലേക്ക്, കൈകളിലേക്ക് ദൈവത്തിന്റെ അസാധാരണ തീ കത്തുന്നുണ്ട്. അനുഭവിക്കുന്നവർ ആത്മാവിലൊന്ന് സ്വീകരിച്ചു. യെസ്, അന്യഭാഷ ഒന്ന് പ്രാർത്ഥിച്ച് കയറുക. ആകാശമണ്ഡലത്തിൽ നിൽക്കുന്ന എല്ലാ ദുർവ്യാപാരങ്ങളും ഞാൻ ആത്മാവിൽ വെട്ടുന്നു. പൈശാചിക സ്വാധീനങ്ങളെ കാത്തി അഴിഞ്ഞ് മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. യെസ് യെസ്, ഒരു തീ ജ്വാല പോലെ ചിലരുടെ മേൽ കത്തുന്നുണ്ട്. പുറകെ നിന്ന് ഫ്രണ്ട് വരെ ആ തീ പിടിക്കുന്നു. നിങ്ങൾക്ക് ആരാധന നിർത്താൻ പറ്റാത്ത രീതിയിൽ അഭിഷേകത്തിന്റെ മോശയുടെ മേൽ പകർന്നതുപോലെ ചിലരെ കയ്യിൽ കർത്താവ് പിടിക്കുന്നുണ്ട്. പേരും വെള്ളത്തിന്റെ നടുവിൽ നിന്ന് കർത്താവ് ചിലതിനെ എടുത്ത് എറിയുക, എടുത്ത് കയറ്റുക. യെസ് യെസ് യെസ്, നിങ്ങളുടെ ആത്മാവും പരിശുദ്ധാത്മാവും മറ്റൊരു ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരിക. നിങ്ങളുടെ മക്കളെ നോക്കണ്ട, നിങ്ങളുടെ സാഹചര്യം ഇപ്പൊ നോക്കാനുള്ള സമയമല്ല. ചില യൗവനക്കാരുടെ മേലെ തീ കത്തുന്നുണ്ട്. കീബോർഡിന്റെ സഹായത്താലല്ല, മാളിയ മുറിയിൽ വെളിപ്പെട്ടത് ഒറിജിനൽ അഗ്നിയാ വെളിപ്പെട്ടത്. തീയുടെ അഭിഷേകം ആ നടുക്കു ഭാഗത്ത് പരിശുദ്ധമ വിടുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. അകത്ത് തീയുള്ളവന് മിണ്ടാതിരിക്കാൻ പറ്റില്ല, അവൻ ആരാധിച്ചുകൊണ്ടേയിരിക്കും. അകത്ത് തീയുള്ളവന് നിർത്താൻ പറ്റത്തില്ല. യെസ്, നിങ്ങൾ ഇത്രയും വിദൂരതയിൽ നിന്ന് ഈ മീറ്റിംഗിൽ വന്നത് ചിലത് നിങ്ങൾ പ്രാപിച്ചിട്ടേ പോകാവൂ. നിങ്ങൾ വന്നതുപോലെയല്ല, അടുത്തൊരു മേഖലകളിൽ കർത്താവ് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുന്ന ബാലിന്റെ പ്രവാചകന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ നിങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്ന ചില രാജ്യങ്ങളിലെ പട്ടണങ്ങളിൽ അനുഗ്രഹമായി ഇതിനകത്ത് ഒരു മഹത്വത്തിന്റെ തീ കത്തുന്നുണ്ട്.
Yes. ദൈവത്തിന് ആ സാധ്യമല്ല. ഏഞ്ചലിന്റെ മേൽ അസാധാരണമായ തീ പിടിക്കണം. Touch. തീ പിടിക്കണം. കുഞ്ഞുങ്ങളുടെ മേൽ തീ പിടിക്കണം. ലാ ലാ സീ ഖബർ ഖനാരകബരകര. Oh, hallelujah. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഏഞ്ചൽ ഒന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാമോ? സിയോൻ യാത്രയതിൽ മനം ആരാധിക്കാൻ താല്പര്യമുള്ള കൊച്ചു കുഞ്ഞുങ്ങളാണ് ഞാൻ പറയുന്നത്, വലിയവരല്ല. അവർക്ക് വേണ്ടി അവസാനം പ്രാർത്ഥിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ ആരാധിക്കാൻ
സിസ്റ്റർ പറഞ്ഞത്, സിസ്റ്ററിനോട് കാര്യം ഞാൻ ജൂനിയർ കോയറിന്റെ ഒരു ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി കർത്താവ് ഏൽപ്പിച്ചത് ഈ പ്രിയ മകൾ ഏഞ്ചലിനെയാണ്. ഇതിൻ്റെ അകത്ത് ഓരോ കുഞ്ഞുങ്ങളെയും വച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. ഓരോ കുഞ്ഞുങ്ങളെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ ആത്മാഭിഷേകത്തിൽ ആരാധിക്കുന്നത് കണ്ടുമ്പോൾ, നിങ്ങളുടെ മക്കൾ സന്തോഷിച്ച് ആരാധിക്കുന്നത് കാണുമ്പോൾ ഹൃദയം സന്തോഷിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവുക ഈ കുഞ്ഞുങ്ങളോടൊപ്പം. അടുത്ത ജനറേഷനിൽ തീ പിടിക്കുക. എൻ്റെ കയ്യിലെ കർത്താവ് എന്ന ദർശനം അത് പൂർത്തിയായിരിക്കുക. നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ലോകം മാറും, ക്ഷീണം മാറും, ആരാധനയ്ക്ക് ദൈവത്തിലും ആരാധനയ്ക്ക്. ലോകം മാറും, ക്ഷീണം മാറും, ആരാധനയ്ക്ക് ദൈവത്തിലും ആരാധനയ്ക്ക്. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ നിങ്ങളുടെ തലമുറയുടെ മേൽ പോലും തീ പിടിക്കുന്നത് ആത്മാവിൽ കാണുവാൻ സന്തോഷിപ്പാൻ നിങ്ങളെ ശക്തീകരിച്ചല്ലോ. ജൂൺ മാസത്തിൽ നിങ്ങൾ കൂടി വരും വരെ കൃപയ്ക്കുള്ള മറക്കണമേ അമ്മ. എല്ലാ മാനവത്വം കർത്താവിനെ അർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. പരസ്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇരിക്കാം. പരസ്യം പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ മറന്നുപോയി. ഓക്കെ, നമുക്ക് പറയാം. ഷിക്കാഗോ മിനിസ്ട്രി പ്രെയർ ഹാളിൽ നടക്കുന്ന ആരാധനകൾ എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:30 മണി മുതൽ 9 മണി വരെയും, എല്ലാ ശനിയാഴ്ചയും രാവിലെ 10:30 മണി മുതൽ 1 മണി വരെയുമാണ്. എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ സ്കൂൾ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം സൺഡേ സ്കൂളിൽ പറഞ്ഞേക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ പ്രെയർ ഹാളിൽ ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. പോകുന്ന സ്ഥലങ്ങൾ കന്യാകുമാരി, മുട്ടിടിച്ചാൻപാറ, കൊടൈക്കനാൽ പൈൻ ഫോറസ്റ്റ്, സൂയിസൈഡ് പോയിന്റ്, ഗുണക്കാവ്, ലേക്ക്, കമ്പം മുന്തിരിത്തോട്ടം, മധുര, ഇടുക്കി, വാഗമൺ, മുട്ടക്കുന്ന്, തങ്ങൾപ്പാറ, വാഗമൺ. വരുമാൻ താല്പര്യമുള്ളവർ അഡ്വാൻസ് തുക നൽകി സീറ്റ് ബുക്ക് ചെയ്യേണ്ട. ഇതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സഭയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അവരോടൊപ്പം ജോയിൻ ചെയ്ത് പോകാൻ കഴിയും. പിന്നെ റിവൈവൽ ഫയർ ഗ്ലോബൽ മിനിസ്ട്രി എന്ന പേരിൽ ഒരു യൂട്യൂബ്
ചാനലുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ നടക്കുന്ന എല്ലാ പ്രെയർ മീറ്റിങ്ങും നമ്മൾ ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ അഭിഷിക്തന്മാരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഇപ്പോൾ പ്രാർത്ഥിക്കാം. സുരക്ഷിതം പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഇത്രയും നേരം നന്ദിയോട് സ്തുതിക്കുവാനും ഇവിടെ ആരാധിപ്പാനും ദൈവം ചെയ്ത കൃപയോട് സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, മനമഹത്വം എല്ലാം ദൈവത്തിന് അർപ്പിക്കുന്ന കർത്താവേ, ഈ ജനങ്ങളെ കൂട്ടിവെത്തിയതിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, എന്ത് വിചാരിച്ചുകൊണ്ട് വന്നോ അതുപോലെ അവർക്ക് നടക്കുവാൻ ദൈവം സഹായിച്ചതിനായി നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിൽ അവരെ ആരാധിപ്പാൻ അവരെ അനുഗ്രഹിച്ചതിനായ നന്ദി കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വരാനുള്ളവരും എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവരെ സ്കൂളിൽ പോകുമ്പോൾ കർത്താവേ, ഒരു മാസം അവർക്ക് സ്കൂൾ തുറക്കുമ്പോഴെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു ദുഷ്ടനും തൊടാതെ വണ്ണം ദൈവം കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ വന്നിട്ടുള്ള എല്ലാ മാതാപിതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രദേശത്ത് ദൈവം ഉപയോഗിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, കുടുംബത്തെ എന്നെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബമായിട്ട് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ മെസ്സേജുകളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നതിനായി നന്ദി കർത്താവേ. കർത്താവ് പറഞ്ഞ ദൂതുകൾ ഏറ്റെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ മക്കൾക്കുന്ന മക്കളായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ലോകമാവ് ആരാധന കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ഇതുപോലെ ജീവിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വഴി തിരിയാതെ വണ്ണം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് ഇവിടെ ആരാധിക്കുമ്പോൾ മാത്രമല്ല കർത്താവ്, പുറത്തിറങ്ങുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരിക്കലും മറന്നു പോകാതെ വണ്ണം ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ മക്കളെ അനുഗ്രഹിക്കണം, ദൈവത്തോടെ ജീവിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് ഈ സഭയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട സഹായത്തിന് സഹായിക്കണമേ. എല്ലാ മഹത്വവും എല്ലാവരും ദൈവത്തിന് അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ആശീർവദിക്കുന്ന കൂട്ടായ്മയും നാമയോടും ഉണ്ടായിരിക്കുന്നതാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ മനസ്സിൽ ഉടയമോ വന്ദനം നിനക്കാ മനസ്സിൽ ഉടയമോ വന്ദനം നിനക്കാ. എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് വന്ന കാരണത്താൽ ശനിയാഴ്ച അരവരെ കടന്നു വരാതിരിക്കാൻ പാടില്ല. എല്ലാവരും കൃത്യമായും ശനിയാഴ്ച ഉപവാസപ്രാർത്ഥന കൃത്യമായി പങ്കെടുക്കണം. ഇന്ന് വൈകുന്നേര സമയം സൂര്യൻ മടങ്ങിയെന്ന് ഭവനത്തിൽ വെച്ച് 7 മണിക്ക് ഭവന പ്രാർത്ഥന നടക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പലതിനും വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സഹായിച്ച എല്ലാവരും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു.